ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കുംഭഭരണിക്ക് ചൂട്ട് പിടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചൂട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അപ്പൂപ്പൻ കെട്ടിയ ചൂട്ടാണ്. 4 ചൂട്ടേ ഉള്ളൂ. നമുക്ക് ഓല കിട്ടാത്തതുകൊണ്ട് നമുക്ക് കിട്ടിയ ഓല വെച്ച് 4 ചൂട്ടുണ്ടാക്കി. അപ്പോൾ നമ്മൾ പോകാൻ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ കുഞ്ഞിച്ചക്കൻ അമ്പിളിയമ്മാവിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ ചൂട്ടതേ കണ്ടോ, നല്ല വൃത്തിക്ക് അപ്പൂപ്പ കെട്ടി വെച്ചിട്ടുണ്ട്. അമ്പിളിയമ്മാവിനെ നോക്കി ഒരാളിരിക്കുന്നു. വേണ്ട വായ ഇങ്ങ് തുറന്നു. അമ്പിളിയമ്മാവൻ്റെ ഉദിച്ചിപ്പുണ്ട്, കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. അപ്പോൾ നമ്മൾ ചൂട്ടൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് പോകാൻ. പപ്പയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പപ്പ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങും. നമ്മൾ നടന്നാണ് പോകുന്നത്, അമ്പലത്തിലോട്ട് പോകുന്നില്ല. നമ്മൾ അമ്പലത്തിൻ്റെ ഇക്കരെ കര നിന്നാണ് പിടിക്കുന്നത്. പപ്പ വന്നു, കുഞ്ഞിച്ചക്കനെ എടുത്തു. ഇനി നമ്മൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ കണ്ടോ ചൂട്ടൊക്കെ കൊണ്ട് ഇറങ്ങുവാണ്. അപ്പോൾ കണ്ണനും കൺമണിയൊക്കെ ആദ്യമായിട്ടാണ് ചൂട്ട് പിടിക്കാൻ പോകുന്നത്. കൺമണി ഏറ്റ ഗത പോലൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നമ്മൾ പോകുന്ന വഴിയാണിത്. എൻ്റെ കയ്യിൽ ഒരു ചൂട്ടുണ്ട്. അപ്പം പോകുന്ന വഴിയൊക്കെയാണിത് കേട്ടോ. കുറച്ച് ദൂരമുണ്ട് നമുക്ക് നടക്കാൻ. വന്ന് നമ്മൾ നടന്നു പോവാണ്. നമ്മുടെ കുഞ്ഞിച്ചൊക്കെ നല്ല ഹാപ്പിയാണ്. അവനിതൊന്നും കണ്ടിട്ടില്ല, അവൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ ഇതേ കണ്ടോ, നമ്മുടെ ഫ്രണ്ടിൽ ആൾക്കാർ ചൂട്ടും കൊണ്ട് പോകുന്നുണ്ട്. നല്ല പ്രായമുള്ള അമ്മമാരൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ കണ്ടോ പോകുന്ന വഴിയുണ്ട്. വടിയൊക്കെ കുത്തി അമ്മമാർ വരുന്നുണ്ട്. നമ്മളിപ്പോൾ പക്ഷേങ്കിൽ ഇച്ചിരി നടന്നു കഴിയുമ്പോൾ നമുക്ക് ടാറും കോൺക്രീറ്റും ഒന്നുമില്ല. അതേ ഈ ഒരു റോഡാണ് ഇത്. ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്ക് നടക്കാൻ. കുഴിയൊക്കെ ഉണ്ട്, കുഴിയിലൊക്കെ കരിയിൽ നിറഞ്ഞു കിടക്കും. അപ്പം വീണ് കഴിഞ്ഞാൽ അവിടെ കിടക്കാം. അപ്പം നമ്മൾ നിൽക്കേണ്ട സ്ഥലം വന്നു. നമ്മൾ ഇവിടെ നിന്നാണ് ചൂട്ട് പിടിക്കുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും പുറകിന് കുറേ ആൾക്കാർ കൂടി വരും. ഇതേ നമ്മുടെ അമ്പലമായിട്ടാണ് അമ്പലം. അവിടെ സൂം ചെയ്ത് എത്രമാത്രം കാണാമെന്നറിയില്ല, പക്ഷേ ഇതേ കണ്ടോ, നല്ലതായിട്ട് നോക്കിയാൽ കാണാം കേട്ടോ. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ദേ അവിടെയാണ് നമ്മുടെ അമ്പലം. വരമ്പത്തൂടെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ഇരുട്ടിയിട്ടാണ് നമുക്ക് കറ്റയിൽ തീ പിടിപ്പിക്കുന്നത്. അപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് തീ പകർന്നിട്ടാണ് നമ്മൾ ഇക്കരെ നിൽക്കുന്നവർ തീപ്പെട്ടിക്കോളി വരച്ച് കത്തിക്കുന്നത്. ഇങ്ങോട്ട് ദേവി വരത്തില്ല. അവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ദേവി അനുഗ്രഹിച്ച് എല്ലാവരും അവിടെ നിൽക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് കാണത്തേ ഉള്ളൂ. നമ്മളിവിടെ നിന്ന് ചൂട്ട് കത്തിച്ച് കാണിക്കും. അപ്പോൾ കുംഭഭരണിക്ക് നമ്മുടെ പള്ളിമുക്കത്തമ്മ ചെട്ടുകുളങ്ങര അമ്മയുടെ അടുത്തോട്ട് പോകുമെന്നാണ് ഐതിഹ്യം. അപ്പോൾ അതിന് വേണ്ടി അമ്മയ്ക്ക് ചൂട്ട് കത്തിച്ചിട്ട് വെളിച്ചം കാണിക്കുകയാണ് കേട്ടോ. അപ്പം നേരെ ഇരുട്ടി വരുന്നുണ്ട്. വരമ്പത്തൂടി ഇഷ്ടംപോലെ ആൾക്കാരാണ് വരുന്നത്. നമ്മുടെ ബാക്കിലും ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ ചെന്ന സമയത്ത് കുറച്ച് ആൾക്കാരേ ഉള്ളായിരുന്നു, പക്ഷേങ്കിൽ ഇപ്പം നല്ല ആൾ വരുന്നുണ്ട്. ഇപ്പം കാണാൻ പറ്റുമെന്ന് കണ്ടോ. അപ്പം ഞാൻ കുഞ്ഞിച്ചങ്ങനെയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവനിങ്ങനെ ആ വയലും അവിടെയൊക്കെ കാണുക കേട്ടോ. കിളിയും ഒക്കെ ഇഷ്ടംപോലെ കിളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനതൊക്കെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ദേ കണ്ടോ, വരമ്പത്തൂടി ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. കരയെന്നൊക്കെ ആൾക്കാർ ഇതേ കണ്ടോ കയറി പോകുന്ന കണ്ടോ. അപ്പോൾ ഇനി നമ്മൾ ചൂട്ടൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കണ്ടോ ചൂട്ട്, വലിയ ചൂട്ടും കൊണ്ട് പോകുന്നു. അപ്പോൾ നേരെ ഇരുട്ടി തുടങ്ങി. അമ്പലത്തിൽ നല്ല ആളൊക്കെ ആയി. നമ്മൾ ഇക്കരക്കരയിലും അക്കരക്കരയിലും ഒക്കെ നിന്ന് ആൾക്കാർ ചൂട്ടുകറ്റ കാണിക്കും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ടോ? ചില അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെയുണ്ട് ചൂട്ടുകറ്റ കത്തിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിലുള്ളവർ വീഡിയോ കാണുക, അവർക്കറിയായിരിക്കും. നേരത്തെയൊക്കെ ചൂട്ടുകമ്പം വലിയ കമ്പം വെച്ചിട്ട് കത്തിക്കുമായിരുന്നു, പക്ഷേ ഇപ്പം കുറേ വർഷം കൊണ്ട് അതില്ല. എന്തോ അപകടം ഉണ്ടായി. പിന്നെ അപ്പോൾ അതേ സന്ധ്യയായി. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൽ നിന്ന് തീ പകരുന്നത് നോക്കി. അമ്പലത്തിൽ നിന്ന് തീ പകർന്നു കഴിഞ്ഞാൽ നമ്മളിവിടെയും കത്തിക്കും. കണ്ടോ ആൾക്കാരെ കണ്ടോ. അമ്പലത്തിൽ നിന്ന് തീ പകർന്നുകൊണ്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം അമ്പലത്തിൽ ഇപ്പം തീ പകരാൻ നേരമായി. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ഇപ്പുറമൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമുക്കപ്പോൾ കാണാൻ ഈ ഇരുട്ടത്ത് കാണാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ, ഒട്ടും കാണുന്നില്ല. അപ്പോൾ ദേ അവിടെ തീ പകർന്നു. നമ്മളിനി ഇവിടെ നമ്മൾ നിൽക്കുന്നിടത്ത് നമ്മൾ കത്തിക്കും. തീപ്പെട്ടിയൊക്കെ ആരെങ്കിലുമൊക്കെ വന്നവരോ തീപ്പെട്ടിയും കൊണ്ടായിരിക്കും വന്നത്. അപ്പോൾ നമ്മളും അതിൽ നിന്ന് തീ പകരും. ദേ കണ്ടോ അവിടെ ചൂട്ട് കത്തിച്ച് തുടങ്ങി. അപ്പോൾ നമ്മളിവിടെയും ഇപ്പം ചൂട്ട് കത്തിക്കും. ഇതാ കണ്ടോ നമ്മളിവിടെ കത്തിച്ചു. ഈ കര മാത്രമല്ല, അപ്പുറക്കരയും 3 കര, അപ്പുറം ഇപ്പുറം 3 സൈഡ് പുഞ്ചയാണ്. അപ്പോൾ ആ കരകളിൽ എല്ലാ കരകളിൽ നിന്നും ആൾക്കാർ
ചൂട്ട് കത്തിക്കും. അപ്പം നമ്മളും തീ പകർന്നു, നമ്മളും തീ പിടിപ്പിക്കുകയാണ്. കണ്ടോ അവിടെ അമ്പലത്തിലൊക്കെ നല്ല ഭംഗിയാണ് ദൂരെ നോക്കുമ്പോൾ കാണാൻ. നമ്മളും ഇവിടെ ഇങ്ങനെ ചൂട്ട് കത്തിക്കുകയാണ്. ഉണ്ടാകണ്ടോ അപ്പുറം എല്ലാം ഉണ്ട് ചൂട്ട്. അപ്പുറം സൈഡിലെല്ലാം നല്ല ഭംഗിയാട്ടോ നേരിട്ട് കാണാൻ. ഇവിടെ വീഡിയോയിൽ എത്രമാത്രം കാണാൻ പറ്റും, ക്ലാരിറ്റി ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല. എന്നെ കൊണ്ട് നോക്കുന്ന പോലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. കണ്ടോ കൊച്ചു പിള്ളേരൊക്കെ നിന്ന് പിടിക്കുന്നു. ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ബാക്കിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. തീ ആയതുകൊണ്ട് കുഞ്ഞ് കയറി പിടിച്ചാൽ അറിയത്തില്ല. അതുകൊണ്ട് മമ്മി ആ ചൂട്ടുകറ്റയുടെ കെട്ടൊക്കെ അഴിച്ചു വിടണം. നമ്മുടെ അപ്പൂപ്പൻ കെട്ടിയ കെട്ട് ഭയങ്കര പാടാട്ടോ അഴിച്ചു വിടാൻ. അപ്പം മമ്മി തെറിപ്പിച്ചിട്ടൊക്കെയാണ് അഴിച്ചു വിട്ടത്. കണ്ണനും കൺമണി ആദ്യമായിട്ട് പിടിക്കുന്നത് കണ്ട്. അമ്പലത്തിൻ്റെ അവിടെ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. നല്ല ഭംഗിയുണ്ട്. നമുക്ക് നേരിട്ട് കാണാനും ഇപ്പോൾ വീഡിയോയിൽ കാണാനും ഭംഗിയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതേ നമുക്ക് ആകാശക്കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നമ്മൾ ചൂട്ടുകറ്റയൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഇനി ദേവി വരാൻ നേരമാകുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടു ഇഷ്ടം പോലെ ഒത്തിരി ആൾക്കാർ ഉണ്ടായിരുന്നു ചൂട്ട് പിടിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് നമ്മളും പിടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ പിടിച്ചിട്ടില്ല. കണ്ണൻ മമ്മി പപ്പ ഇത്രയും പേരാണ് പിടിച്ചത്. 4 ചൂട്ടല്ലേ ഉള്ളൂ. അപ്പം ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ബൈക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇനി കൺമണിയുടെ കറ്റയിൽ കുഞ്ഞിനെയും കൊണ്ട് ഒന്ന് പിടിപ്പിച്ച് ഞാനും ഒന്ന് പിടിച്ചു. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ അച്ചൂട്ടിക്ക് ഒരു പേടിയില്ലായിരുന്നു. നല്ല ഹാപ്പി ആയിട്ടായിരുന്നു. അദ്ദേഹം ഞാൻ കുഞ്ഞിനെയും കൊണ്ട് പിടിപ്പിച്ച് ഞാനും ഒന്ന് പിടിച്ചു ചൂട്ടിൽ. പിന്നെ ഞാൻ കൺമണിയുടെ കൊടുത്തു കേട്ടോ. നമ്മൾ ഇച്ചിരി ഇത് എത്ര സമയം നമ്മൾ പിടിച്ചുള്ളൂ. അപ്പുറമൊക്കെ പിള്ളേർ പിടിക്കുന്നുണ്ട്. കണ്ടോ മമ്മി പാപ്പയൊക്കെ പിടിക്കുകയാണ്. അപ്പോൾ കണ്ണൻ നിന്ന് വീശിയ കേട്ടോ. കണ്ണിന് അറിയില്ല, അവന് ഇങ്ങനെ വീശി നിൽക്കുക. കൺമണി അത് തന്നെ കേട്ടോ. കണ്ണൻ ഭയങ്കരമായിട്ട് വീശിയ കത്തിയിട്ടങ്ങ് വീശായിരുന്നു. കുട്ടികൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ അവിടെ നിൽക്കാൻ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പിടിക്കുമ്പോൾ നമുക്ക് അത്ര ചൂടറിയില്ല. അമ്പല ഗ്രൗണ്ടിൽ ഇതിലും കൂടുതൽ ചൂടായിരിക്കും. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് അവിടെ നിൽക്കേണ്ട ബുദ്ധിമുട്ടും കൊണ്ട് നമ്മൾ ഈ കര നിന്ന് പിടിച്ചതാണ്. അപ്പോൾ ദേവി ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരുടെയും അടുത്ത് ദേവി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മൾ ഇക്കരെ നിന്ന് പിടിക്കുമ്പോൾ നമുക്ക് ഇക്കരെ അക്കരെയൊന്നും ദേവി വരത്തില്ല. അമ്പല ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാർ അത്ര ഇടത്തേ പോകത്തുള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് അനുഗ്രഹം മേടിക്കും. അപ്പോൾ കണ്ടോ നല്ല എന്തോ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ചൂട്ട് പിടിച്ച് നിൽക്കുന്ന കാണാൻ. അപ്പം നേരത്തെയൊക്കെ വലിയ ചൂട്ട് കമ്പം ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ടില്ല. എന്തോ ഒരു അപകടം ഉണ്ടായി പിന്നെ അങ്ങനെ വലിയ ചൂട്ട് കയറ്റ വെച്ചിട്ടില്ല. കേട്ടോ അപ്പുറം ഇപ്പുറമെല്ലാം പിള്ളേർ നിന്ന് പിടിക്കുന്നുണ്ട്. പിള്ളേർക്ക് അറിയില്ല, അവർ നിന്ന് കറക്കുകയും വീശുമൊക്കെയാണ്. അപ്പോൾ കൺമണിയുടെയൊക്കെ ചൂട്ട് കത്തി തീരാറായി. അച്ചൂട്ടി ബഹളമൊന്നുമില്ല. ആൾ സൈലൻ്റായിട്ടിരുന്ന് എല്ലാം കാണുവാണ്. അവന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അവന് അങ്ങനെ ബഹളം ഒന്നും വെച്ചില്ല. ഭയങ്കര ബഹളം വെക്കുന്ന ആളാണ്. പക്ഷേങ്കിൽ തീയും എന്തോ പുകയൊക്കെ കണ്ടിട്ട് അവന് യാതൊരു കുലുക്കവും ഇല്ല. അവൻ നല്ല ഹാപ്പി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കത്തി തീരാറായ ചൂട്ടൊക്കെ ഒന്നിച്ചിട്ട് കത്തിച്ചിട്ട് നമ്മൾ പോകും. അപ്പുറത്തേക്ക് കണ്ടോ കത്തി തീരാറായ ചൂട്ടൊക്കെ ഒന്നിച്ചിട്ട് അവർ കത്തിച്ചു. ഇപ്പം നമ്മുടെ കയ്യിൽ ചൂട്ടും കത്തി തീരാറായിട്ടുണ്ട്. കൺമണിയുടെ കയ്യിൽ ചൂട്ട് ഇനി കുറച്ചുകൂടെ ഉള്ളൂ. കണ്ടോ അത്രയേ ഉള്ളൂ ഇനിയും കത്തി തീരാൻ വേണ്ടിയിട്ട്. കണ്ണൻ്റെ കറ്റ വീശി അവൻ നിൽക്കുകയാണ്. കെട്ടഴിക്കാൻ നോക്കിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. ഇപ്പോൾ പപ്പ മേടിച്ചിട്ട് നമ്മളും കത്തിച്ചു. കുറച്ച് നേരം കൂടി നമ്മൾ അവിടെ നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. ഭയങ്കര ചൂടായിരുന്നു. കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എല്ലാവരും ഈ കത്തി തീരാറായപ്പം ഒന്നിച്ചിട്ട് കത്തിച്ചിട്ട് അങ്ങ് പോവുക ചെയ്യുന്നത്. നമ്മുടെ കറ്റയെല്ലാം പപ്പ ഒന്നിച്ചിട്ട് കത്തിച്ചിട്ടുണ്ട്. അപ്പം നമ്മളും അവിടുന്ന് പതിയെ പോവാണ്. അതേ കണ്ട അമ്പലത്തിൻ്റെ അവിടെയും ചൂട്ടൊക്കെ കത്തി തീരാറായി. അതേ കണ്ട് കുറച്ചൊക്കെ ഉണ്ട് ഇനി ബാക്കി. അങ്ങനെ ചൂട്ടുപിടുത്തമൊക്കെ കഴിഞ്ഞു. നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.